ഞാനിപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ്. 4 മണിക്ക് 4:30 മണിക്ക് വണ്ടി കയറി വന്നു സിറ്റിയിലേക്ക്. നോ എൻട്രി കയറുന്നു. നോ എൻട്രി നടത്താൻ പറഞ്ഞാൽ അവർ ഫുള്ള് കർണാടക കൊത്തല കുറച്ചറിയുള്ള കർണാടക. അവർ പറഞ്ഞ എന്താണ്, ഞാൻ പറഞ്ഞ എന്താണെന്ന് അവർ രണ്ട് വണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നു. ഞാൻ ഇപ്പോൾ സ്റ്റേഷനില്ല. RC ബുക്കിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് കൊടുത്തു, ലൈസൻസിൻ്റെ കോപ്പിയൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ പോലീസ് സ്റ്റേഷൻ വണ്ടി കിടക്കണം. അപ്പോൾ ഇട്ടു. RC ബുക്ക് കൊടുത്തു കഴിഞ്ഞാൽ ലൈസൻസിൻ്റെ കോപ്പി എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അത് വണ്ടി വിടണം. അത് വിടണില്ല. ഒരു 10 മണി കഴിഞ്ഞിട്ട് വിടുള്ളൂ. മുതലാളിനെ വിളിക്കാം. എന്താ ചെയ്യുക? അതൊക്കെയാണ് സംഭവം. അല്ല വേറൊന്നുമല്ല. വണ്ടി അവിടെ കിടക്കുന്നുണ്ട്. കിടക്കുന്ന വണ്ടി കിടക്കുന്നു. ഇങ്ങനെ പോലീസ് സ്റ്റേഷൻ. അവർ കാവേരി പ്രശ്നം അതൊക്കെയാണ് അവർ പറയണത്. കേരളക്കാരെ വണ്ടി ഇവിടെ കിട്ടിയപ്പോൾ കാവേരിയുടെ പ്രശ്നങ്ങളൊക്കെയാണ് അവർ പറയണത്. വണ്ടി തമിഴ്നാട്, ഞാൻ കേരള. കാവേരി പ്രശ്നം, വെള്ളം, ഓരോ പ്രശ്നങ്ങൾ. ഒരു എന്തോ ഒരു വർഗീയതമായിട്ടുള്ള വർത്തമാനങ്ങളായി പോലീസുകാരൻ പറഞ്ഞു. അയാളെൻ്റെ താക്കോലൊക്കെ മേടിച്ചിട്ട് പോയാൽ അതെന്താ ചെയ്യത്? ആകപ്പെട്ടു. നോ എൻട്രി നമുക്ക് ഞാൻ പറഞ്ഞു സാറേ അങ്ങനെ ഇങ്ങനെ മലയാളം കൂപ്പിടും. അതപ്പോൾ തന്നെ മലയാളം വിളിക്കണം. അതെന്താ ചെയ്യുക? വണ്ടി ആ സൈഡിൽ കൊണ്ടിട്ടു. അതൊക്കെയാണ് വെള്ളം ലൈറ്റിൻ്റെ സൈഡിൽ. അതൊന്നും സംഭവങ്ങൾ. അതെന്നോട് മുകളിൽ കയറാം. ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ മുകളിൽ കയറുന്നത് ഞാൻ കൊലയാളിയില്ല. ഞാൻ ഒരാളെ കൊന്നിട്ടല്ല വന്നത്. വണ്ടി ട്രാഫിക്കിൽ നോ എൻട്രി കയറി വന്നു. അതിന് ഞാൻ ഇതിൻ്റെ മുകളിൽ കയറുന്ന RC ബുക്കിൻ്റെ കോപ്പി ലൈസൻസിൻ്റെ കോപ്പിയൊക്കെ തന്നു. നിങ്ങൾക്കത് ചാർജ് ചെയ്യുക കോടതിയിൽ കൂടെ. അല്ലാതെ ഞാനൊരു കൊലയാളിയോ അല്ലെങ്കിൽ ഒരു പീഡനം നല്ല സാറേ പറഞ്ഞു. അത് മുകളിൽ പോവാം. അങ്ങനെയാണ് ഇങ്ങനെയാണ് അതൊക്കെ പറഞ്ഞായിട്ട് കുറേ വർത്താനം. ഇതൊക്കെയാണ് സംഭവങ്ങളിവിടെ. അന്ന് എന്തോ കുട്ടികൾക്ക് വല്ലാതെ കൊന്നാണ്ട് ചെയ്ത മാതിരിയാണ്. എന്നിട്ടാ പറയാ, ഞാൻ മുകളിൽ കയറുന്നു. സ്റ്റെപ്പിൻ്റെ മുകളിൽ കയറി അവിടെ കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ടേ ഒരാ വർത്താനം. ഇവർക്ക് മലയാളം അറിയില്ല, എനിക്ക് കർണാടക അറിയില്ല. അങ്ങനെ ഞാൻ അറിയുന്ന ഭാഷയിൽ ഞാൻ പറഞ്ഞു, അവർ പറയുന്ന ഭാഷ കുറച്ച് എനിക്കറിയാം. അങ്ങനെ കാര്യങ്ങൾ ഇവിടെ കിടക്കണം. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി അവൻ മുകളിലിരുത്തണം. ചായ കുടിക്കാൻ വന്നതാ. ആംബുലൻസ് പിടിച്ചിട്ടുണ്ടായിരുന്നു. വേറെ കാശിന് വേണ്ടി ഒരേ കളി കളിക്കണ. ഇനി ഇവിടുന്ന് 10 മണിക്ക് പോകാൻ പറ്റുള്ളൂ. താക്കോലൊക്കെ എടുത്ത് വെച്ചവർ. നമ്മ ഒരു തെറ്റ് ചെയ്തില്ല. നോ എൻട്രി ആയി. അത് ആ കമ്പനി നാളെ വന്ന് കാണിച്ചു. അവരെ മുമ്പിൽ തന്നെയാണ് ഈ വണ്ടി കൊണ്ടുവന്ന് വിട്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇടിക്കുമെന്ന് അറിയില്ല. എന്നോട് ഉള്ളിൽ കയറാൻ ഞാൻ കയറിയില്ല. അപ്പുറത്തേക്ക് വന്നു. ഇങ്ങനെ നിൽക്കണം ഇവിടെ. ഞാൻ ആ കാല് ചെറിയ പണിയാരവര് അതൊരു കുത്തന സ്റ്റെപ്പാണ്. അത് കയറാൻ പറ്റില്ല. കയറി വാ. ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല, ഞാൻ കയറില്ല പറഞ്ഞു. അങ്ങനെ നിൽക്കണം. ഇവിടെ കേരള പോലീസ് ഉണ്ട്, അതുകൊണ്ട് എന്നൊക്കെ പറയേണ്ടവർ. അപ്പോൾ അങ്ങനെ നിൽക്ക്. എന്താ ചെയ്യുക? ഇതിൻ്റെ ബാക്ക് ഭാഗം. അപ്പോൾ ശരിയെന്നാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് മീറ്റ് ചെയ്യാം. ഷെഡ് വർക്കൗട്ട് എടുക്കണം.